നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ യൂസ് ചെയ്തിട്ട്, അതായത് ഇതിൽ അധികം ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്യാതെ നമുക്ക് ഇതിനെ എങ്ങനെ റീയൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ പോർട്ടബിൾ ഡ്രിപ്പ് ഇറിഗേഷനാണ്. അതായത് ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതിയതായിട്ട് ഒരു ചെടി നടുന്നു, അല്ലെങ്കിൽ കുറച്ച് ചൂടുള്ള സമയത്ത് ഒരു ചെടി നടുമ്പോൾ ഈ ചെടിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടണം. ചിലപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും ആ വെള്ളം ഡ്രൈ ആയി പോകാനും ചെടി കുറച്ച് വാട്ടം വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതെ ആവശ്യത്തിനുള്ള വെള്ളം ഓരോ തുള്ളി തുള്ളിയായിട്ട് എങ്ങനെ നമുക്ക് ചെടിക്ക് കൊടുക്കാം എന്നുള്ളത്, അതും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്തിട്ട്. ഇത് ഒരുപാട് ചെടികളുള്ളവർക്ക് പറ്റിയൊരു സംഭവമല്ല. കുറച്ച് ചെടികൾ ഇങ്ങനെ ചൂടൊക്കെ ഉള്ള സ്ഥലത്ത് നിൽക്കുന്ന ചെടികളുണ്ടെങ്കിൽ അതിന് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആകെ വേണ്ടത് ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലും പിന്നെ ഒരു സ്ക്രൂ ആണ്. പിന്നെ ഇത് ഹാങ് ചെയ്തിടണം നമുക്ക്. അതിന് ചെറിയൊരു എന്തെങ്കിലും ചരടോ ചെറിയൊരു കെട്ടുകമ്പിയോ വല്ലതും കൂടി വേണ്ടി വരും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു സ്ക്രൂവിനെ ഇതിൻ്റെ ഈ ഒരു ക്യാപ്പിൽ കയറ്റണം, ഫിറ്റാക്കണം. ഫിറ്റാക്കി കഴിയുമ്പോൾ ഈ സ്ക്രൂ ലൂസാക്കണം. നമ്മൾ ഇതിനകത്ത് വെള്ളം നിറയ്ക്കും. വെള്ളം നിറച്ചിട്ട് സ്ക്രൂ ലൂസാക്കി കഴിയുമ്പോൾ ഈ വെള്ളം ഓരോ ഡ്രോപ്പായിട്ട് വീഴും. ഇതിനെ നമ്മൾ ചെടിയുടെ ആ തണ്ടിൻ്റെ അടുത്ത് വേരുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. തുള്ളി തുള്ളിയായിട്ടാണ് വെള്ളം വീഴുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ വീഴുന്ന വെള്ളം മൊത്തം നമ്മുടെ പ്ലാന്റിന് കിട്ടും. ഒട്ടും വെള്ളം വേസ്റ്റ് ആവത്തില്ല. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. ഒരുപാട് വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. അപ്പം ഫുൾ ടൈം പ്ലാന്റ് വാടാതെ നിൽക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഇനി വേറൊന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെയിം പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് തന്നെയാണ്. ഇതെന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പച്ചക്കറികൾക്കൊക്കെ നനയ്ക്കുമ്പോൾ അതിന് വെള്ളം പുറമേലത്തെ മണ്ണ് നനഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുന്നൊരു കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മുടെ ചെടികൾക്ക് നല്ലപോലെ വെള്ളം കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, അതിൻ്റെ മണ്ണിൻ്റെ അടിയിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് വേണ്ടത് ഇതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, പിന്നെ ഇതിൽ കുറച്ച് ഹോൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ, ഇതിപ്പോൾ നമ്മുടെ പപ്പടം കുത്തിയാട്ടോ, ഒന്നെങ്കിൽ പപ്പടം കുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇരുമ്പിൻ്റെ പൈപ്പൊക്കെ ചൂടാക്കിയിട്ടൊക്കെ നമുക്ക് ഹോളാക്കാം. അപ്പോൾ നമ്മുടെ സോൾഡറിങ് ആണെന്നുണ്ടെങ്കിൽ ഈസിയാണ്. അതൊന്ന് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് കുത്തി നമുക്ക് ഹോളിട്ടെടുക്കാം. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനകത്ത് കുറേ ഹോളിട്ടെടുക്കണം. മേൽഭാഗം റൗണ്ടിൽ കട്ട് ചെയ്തും കളയണം. ഈ ബോട്ടിലിൻ്റെ മേളിൽ നിന്ന് അടിഭാഗം വരെ മാക്സിമം നമുക്ക് ഇടാവുന്നത്ര ഹോൾസ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവരെ നമ്മുടെ ഏത് പച്ചക്കറിയുടെ അല്ലെങ്കിൽ ഏത് പ്ലാന്റിൻ്റെ ചുവട്ടിലാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ട് ഇത്ര ഒരു ഇഞ്ച് ഭാഗം മേളിൽ വരുന്ന രീതിയിൽ ഈ കുപ്പിനെ കുഴിച്ചിടുക. എന്നിട്ട് നമ്മൾ നനയ്ക്കുമ്പോൾ ഈ കുപ്പിക്കകത്തേക്ക് കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ അതിൻ്റെ ചുവട് നനച്ചിട്ട് ഈ കുപ്പിക്കകത്തേക്ക് കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ കുപ്പിയിൽ നമ്മൾ മൊത്തം ഹോൾസ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഈ ഹോൾസിൽ കൂടി മണ്ണിലേക്ക് ഇറങ്ങും. അതായത് നമ്മുടെ ചെടിയുടെ വേരുകളുള്ള ഭാഗത്തേക്ക് നല്ല രീതിയിൽ ഇറങ്ങും. അപ്പോൾ ചെടിക്ക് കൂടുതൽ വെള്ളം കിട്ടുകയും ചെയ്യും. ഇത് നേരെ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മുടെ സൺലൈറ്റ് കൊണ്ട് ഇത് ഡ്രൈ ആയി പോകത്തില്ല. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനെ കട്ട് ചെയ്തിട്ട് ഇതിനൊരു പ്ലാന്റർ ആക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയൊന്നും ആവശ്യത്തിനുള്ള ഗാർഡൻ കപ്സ് ഒന്നും കിട്ടത്തില്ല. നമുക്കിപ്പോൾ പോട്ടൊന്നും കിട്ടത്തില്ല. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെടി നടാം. ഇതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള ആകെ ഒരു സാധനം എന്ന് പറയുന്നത്
കത്രിക മാത്രമാണ്. പിന്നെ ഇതിൻ്റെ അടിയിലൊരു ഹോളിട്ട് കൊടുക്കണം. അത് നമുക്ക് കത്രിക കൊണ്ട് തന്നെ ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള സാധനം യൂസ് ചെയ്തിട്ട് ഇടാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബോട്ടിലിനെ കട്ട് ചെയ്തെടുക്കുക. രണ്ടായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ മാക്സിമം മേളിലുള്ള ഭാഗം കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്യണം, കാരണം ഇത് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ വെള്ളം പോകാൻ വേണ്ടി ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഇത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ 2 പ്ലാന്റർ ഇട്ടിട്ടുണ്ട്. ഇതിന് നമുക്ക് നിലത്ത് വെക്കാനും പറ്റും. ഈ ഒരു സാധനത്തിന് നമുക്ക് 2 ഹോൾ ഇട്ടിട്ട് ഹാങ് ചെയ്തിടാനും പറ്റും. നമ്മുടെ ലേസി ഗാർഡനർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ, സെയിം മെത്തേഡ് തന്നെ. അപ്പോൾ നമുക്ക് ഒരു തുള്ളി പോലും പ്ലാസ്റ്റിക് വേസ്റ്റ് ആകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇതിൻ്റെ ഒരു നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് സംഭവം കാണിച്ചു തരാം. ഇതൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി, ഇതിപ്പോൾ വാണ്ടറിങ് ജൂ ആണ്. വാണ്ടറിങ് ജൂ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ മുറിച്ചതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ ക്രോട്ടൻ്റെ ലീവ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ബോട്ടിൽ മുറിച്ചതാണ്. സ്പൈഡർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. സ്പൈഡർ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടാണല്ലോ, നമ്മുടെ അയൺ ബോക്സ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എഡ്ജ് എങ്ങനെയാണ് സ്മൂത്ത് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതുപോലെ സ്മൂത്ത് ചെയ്തതാണിത്. അപ്പോൾ ഇതാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എഡ്ജ് സ്മൂത്ത് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും കേട്ടോ. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് കട്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ. ഇത് ചെറിയ ബോട്ടിലാണ്. ചെറിയ ബോട്ടിലിൻ്റെ മേൽഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ. എങ്കിപ്പോൾ വലുതാണെങ്കിൽ 2 ആയിട്ടൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഇത് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടിയ സാധനമാണ് നമുക്ക് കേട്ടോ. ഇതിൻ്റെ ഒരു പ്ലാന്റ് പോലും ഇതുവരെ നശിച്ചൊന്നും പോയിട്ടില്ല, എല്ലാം വളരുന്നുണ്ട് നന്നായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പില്ലർ ഗാർഡ്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇത് കണ്ടതാ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ തന്നെ കണ്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽസിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിനകത്തും പ്ലാസ്റ്റിക് ബോട്ടിൽസ് അല്ലെങ്കിൽ യൂസ് ചെയ്ത ഡിസ്പോസിബിൾ ഗ്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്ലാന്ററായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ് യൂസ് ചെയ്യുന്ന ഐഡിയ. ഓക്കെ, നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത യൂസ് എന്ന് പറയുന്നത് ഇതാ, നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ നേരം അതിന് പ്രൊട്ടക്റ്റീവായിട്ട് നമ്മളിങ്ങനെ കവർ ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മളിതുപോലെ കവർ ഇട്ട് കൊടുക്കാറുണ്ട് പച്ചക്കറികൾക്കൊക്കെ. അപ്പോൾ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കവറുകളിങ്ങനെ കുറച്ച് നേരം വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേക്കിനും കീറി പോവുക, അതുപോലെ തന്നെ പിന്നെ അത് അവിടെ ഇവിടെയൊക്കെ കിടക്കുക, നമ്മൾ യൂസ് ചെയ്തൊക്കെ വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നൊരു പരിപാടിയാണത്. ഇതുപോലെ ഇപ്പോൾ പടവലായതുകൊണ്ട് നമ്മൾ 3 ബോട്ടിൽസ് ജോയിൻ ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിൽ എടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, അടിഭാഗം കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒരു ചരട് കെട്ടിയിട്ട് ഇതാ ഇങ്ങനെ വെക്കണം. അത് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരു കായ കിടക്കുന്നുണ്ടോ. ഇതിപ്പോൾ പടവലത്തിൻ്റെ ഒരു കുഞ്ഞു കായ ഉണ്ടായതെന്നാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ വളർന്നതാണ് ഇതുപോലെ. ഇത് നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് പിന്നെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഒരു ഒറ്റ ബോട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൾ വലുതായപ്പോഴത്തേക്കിന് ഞാൻ വേറെ 2 ബോട്ടിൽ കൂടി ജോയിൻ ചെയ്തു. ഇപ്പോൾ അത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ നീട്ടം വെക്കും, കുറച്ചും കൂടി എന്നല്ല, ഒരു 2 ബോട്ടിൽ കൂടി ഇടാനുള്ള നീട്ടം വെക്കും. ഇതാ ഇവിടെ കണ്ടാൽ അറിയാം. ഇവിടെ കണ്ടോ, നമ്മൾ പീച്ചിലിന് ഇതുപോലെ തന്നെ ബോട്ടിൽ വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആൾ ചെറുതാണ്, അത് പിന്നെ വളർന്ന് വരുമ്പോഴത്തേക്കും ഇത് കണ്ടോ, കറക്റ്റ് ആ ഒരു ബോട്ടിലിൻ്റെ അകത്ത് ആൾ കിടന്നോളും. ഈ ബോട്ടിൽ ഇനി നമുക്ക് ഇങ്ങോട്ട് ഊരിയെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ എപ്പോഴാണോ ഈ കാ പറിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ എന്ന് വെക്കുമ്പോൾ ഈ ബോട്ടിലിനും കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പുതിയ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിനൊരു പോളി ഹൗസ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികൾ യൂസ് ചെയ്യാറുണ്ട്. എല്ലാവരും ഒന്നും യൂസ് ചെയ്യാറില്ല, അത് ആവശ്യമുള്ള സ്ഥലത്ത് മതി കേട്ടോ, എല്ലായിടത്തും വേണ്ട. നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല വെയിൽ നല്ല ചൂടൊക്കെ ഉള്ള കാലാവസ്ഥയാണ് ഇവിടെ, നല്ല രീതിയിൽ നമ്മുടെ പച്ചക്കറികളൊക്കെ വളരുന്നുണ്ട്, നമുക്കിതിൻ്റെ ആവശ്യമില്ല. എന്നാലും കാണിക്കുന്നതല്ലോ കേട്ടോ. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചെടി പെട്ടെന്ന് വലുതാവും, അതുപോലെ തന്നെ ചെടീനെ മറ്റ് എന്തെങ്കിലും എലികളോ അങ്ങനെ എന്തെങ്കിലും കീടങ്ങളോ ഒക്കെ ആക്രമിക്കുന്നത് കുറയും. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ ഈ ബോട്ടിലിനെ കട്ട് ചെയ്യാം. എങ്ങനെ വേണേൽ കട്ട് കേട്ടോ, നമുക്ക് സെൻറ്ററിൽ നിന്ന് കട്ട്. ഇപ്പം അത്യാവശ്യം നീട്ടമുള്ള ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നീട്ടം കണക്കാക്കി കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യാം.
ഇങ്ങനൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇതിനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ചെടി, നമുക്ക് ഏത് ചെടീനെയാണോ കവർ ചെയ്യാനുള്ളത് അതിനെ ഇതിട്ടങ്ങ് മൂടുക. ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂട് കിട്ടും, എന്നാൽ അത്രയും ഭാഗത്തുള്ള ഈർപ്പം നഷ്ടപ്പെടുത്തുമില്ല. അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കും. നമ്മൾ ഹ്യൂമിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അത് തന്നെ സംഭവം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചെടിയുടെ വളർച്ച ഭയങ്കരമായിട്ട് വിഗ്രസ് ആയിട്ടുള്ളൊരു വളർച്ചയായിരിക്കും, ഗ്രോത്ത് അങ്ങനെ ആയിരിക്കും. പിന്നെ ഉള്ളത്, ഇതിങ്ങനെ കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വേറെ കീടങ്ങൾക്കൊന്നും ഇതിനെ ആക്രമിക്കാൻ പറ്റത്തില്ല. ഇത് എപ്പോഴും നമുക്കിങ്ങനെ വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരു ചെറിയ തൈ നട്ടിട്ട് അത്യാവശ്യം അതൊന്ന് വളർന്നു വരുന്നവരെ, ഇപ്പം ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. അത്യാവശ്യം നല്ല വളർച്ചയുള്ള തൈയാണിത്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാണിക്കാൻ വേണ്ടി വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പ്ലാസ്റ്റിക് ബോട്ടിൽ എല്ലാവരും റീയൂസ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വീട്ടിലേക്ക് കൊണ്ടുവരാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് എന്ത് ചെയ്യണം എന്നൊന്നും ആർക്കും ഒരു ഐഡിയ ഇല്ല. ചുമ്മാ വലിച്ചെറിഞ്ഞിടുക, അത്ര നല്ല കാര്യമല്ല. ഓക്കെ, അപ്പം നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് റീയൂസ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് 5 സംഭവങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഈ 5ഒന്നും അല്ല കേട്ടോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട്. എൻ്റെ കയ്യിലിപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കളറുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അധികം അങ്ങോട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ചെയ്യാനായിട്ട് നമുക്ക് രക്ഷയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തുനിന്ന് നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് എന്നോട് ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് എന്നെ ഇൻസ്റ്റയിലും ഫോളോ ചെയ്യുന്നുണ്ട്. അവർ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അവർക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അയക്കാം. ലീഫ് ബൈ അജിത് കണ്ണാടൻ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം ഞാൻ കുറച്ച് ആക്റ്റീവായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഇൻസ്റ്റാഗ്രാമാണ്. വാട്സപ്പിനേക്കാളും കൂടുതലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ, ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് പിക്സൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരാം. കാരണം കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം, മാത്രമല്ല അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനും പറ്റുമല്ലോ. അപ്പോൾ പറ്റുന്ന പോലെ നിങ്ങളും ചെയ്യുക അങ്ങനെയൊക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ, അത്യാവശ്യം കാര്യമാണ്. അപ്പോൾ ശരി, വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് നീങ്ങാം.